സ്റ്റുഡൻസ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മൊഡ്യൂൾ 6 ടിമ്പറാണ്. സോ അതിൽ നമുക്ക് ഉണ്ടായിരുന്ന പാർട്ടിൽ നമ്മൾ ബീംസിൻ്റെ ഡിസൈനും അനാലിസിസൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് കോളംസിലോട്ട് കയറി. കോളംസിൽ തന്നെ നമ്മൾ സോളിഡ് കോളംസും അതുപോലെ തന്നെ ബിൽഡപ്പ് കോളംസും കഴിഞ്ഞു. ഇനി മൂന്നാമതുള്ള ചെറിയൊരു പോർഷനാണ് സ്പേസ്ഡ് കോളംസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്പേസ്ഡ് കോളത്തിൽ നമുക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ നമുക്ക് എന്താണ് സ്പേസ്ഡ് കോളംസ് നോക്കാം. ഇതാണ് സ്പേസ്ഡ് കോളത്തിൻ്റെ ഒരു ഫിഗർ. സോ ഈ സ്പേസ്ഡ് കോളംസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 2 വുഡൻ പ്ലാങ്ക്സ് വേണം. ഈ കാണുന്നതാണ് വുഡൻ പ്ലാങ്ക്സ്. ഓക്കെ, ഈ 2 വുഡൻ പ്ലാങ്ക്സിൻ്റെ നടുക്കായിട്ട് ഒരു ഗ്യാപ്പ് കാണും. സോ ഇതൊക്കെ ബ്ലാങ്ക് സ്പേസസ് ആണ്, ഒന്നുമില്ല, ഗ്യാപ്പ് കാണും. ആ ഗ്യാപ്പിൻ്റെ മുകളിൽ ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് 2 സൈഡിലും, അതായത് മുകളിലെ അറ്റത്തിലും താഴെ അറ്റത്തിലും എൻഡ് ബ്ലോക്സ് പ്രൊവൈഡ് ചെയ്തേക്കും. ഓക്കെ, അതുപോലെ നടുക്ക് ചില ടൈമിൽ എന്തും പ്രൊവൈഡ് ചെയ്യും, ഒരു സ്പേസ് ബ്ലോക്കും കൂടെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, 3 ബ്ലോക്സ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ 2 വുഡൻ പ്ലാങ്ക്സ് കാണും, അതിൻ്റെ നടുക്കൊരു ഗ്യാപ്പ് കാണും. ആ ഗ്യാപ്പ് നമുക്ക് അതായത് ഈ 2 ഇതിനെയും കണക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 എൻഡ്സിലുമായിട്ട് ബ്ലോക്സ് പ്രൊവൈഡ് ചെയ്തേക്കും. നടുക്കൊരു സ്പേസ് ബ്ലോക്കും കൂടെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, സോ ഈ ടൈപ്പ് കോളത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്പേസ്ഡ് കോളംസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് നോക്കേണ്ടതെന്ന് വെച്ചാൽ 2 ഡിസ്റ്റൻസാണ്. ഈ എൻഡ് ബ്ലോക്സിനെ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ബോൾട്ട് വെച്ചിട്ടാണ്. സോ ഈ ബോൾട്ടിൻ്റെ മുകളിലും താഴെയും, ഓക്കെ, ഈ ബോൾട്ടിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസാണ് L1 ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതുപോലെ ഈ വുഡൻ പ്ലാങ്ക്സ് ഉണ്ടല്ലോ, ഈ വുഡൻ പ്ലാങ്ക്സിൻ്റെ ടോട്ടൽ ലെങ്ത്താണ് നമ്മൾ എന്തായിട്ട് മാർക്ക് ചെയ്യുന്നത്, എല്ലായിട്ട് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ 2 ഡിസ്റ്റൻസ് നോക്കി വയ്ക്കുക. അതായത് നമ്മളുടെ ആ 2 കണക്ഷൻ്റെയും സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിനെ L1 ആയിട്ടും അതുപോലെ ടോപ്പ് ടു ബോട്ടം ആ ഒരു പ്ലാങ്കിൻ്റെ ടോട്ടൽ ലെങ്തിനെ നമ്മൾ സ്മോൾ L ആയിട്ടും നോക്കുന്നു. ഓക്കെ, സോ ഇനി ഈ സ്പേസ്ഡ് കോളത്തിൻ്റെ ഡിസൈനാണ്. ഈ സ്പേസ്ഡ് കോളത്തിൻ്റെ ഡിസൈൻ നിങ്ങളുടെ പേജ് നമ്പർ 14 നിങ്ങളുടെ ടിമ്പറിൻ്റെ കോഡിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ സോൾഡ് കോളംസും ബിൽഡപ്പ് കോളംസിൻ്റെയും സ്റ്റെപ്സ് കഴിഞ്ഞിട്ട് കിടക്കുന്നത് സ്പേസ്ഡ് കോളത്തിൻ്റെ സ്റ്റെപ്സാണ് 7.6.3 ആയിട്ട്. ഓക്കെ, സോ ഇതിൻ്റെ FCP വാല്യൂസ് മാത്രമേ നമ്മുടെ കോഡിനകത്തുള്ളൂ. സോ അതിൻ്റെ കണ്ടീഷൻസ് ഉണ്ടല്ലോ, അതായത് ഷോർട്ട് കോളമാണോ ലോങ് കോളമാണോ ഇൻ്റർമീഡിയറ്റ് കോളമാണോ, അത് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് സെയിം ആസ് സോൾഡ് കോളംസ് ആണ്. ഓക്കെ, സോൾഡ് കോളംസിൽ നമ്മൾ ഷോർട്ട് കോളം എന്തായിരുന്നു, S/D <11 ആയിരുന്നു. അത് തന്നെയാണ് സ്പേസ്ഡ് കോളത്തിനും വരുന്നത്. ഓക്കെ, ദെൻ ഇൻ്റർമീഡിയറ്റ് കോളം അവിടെ എന്തായിരുന്നു, S/D എന്ന് പറയുന്നത് 11നും K8നും ബിറ്റ്വീൻ ആയിരുന്നു. അതിവിടെ മാറിയിട്ട് K8ന് പകരം എന്തായിരുന്നു, നമ്മുടെ സോൾഡ് കോളത്തിൽ K8 ആയിരുന്നു. അത് കഴിഞ്ഞ് വന്ന ബോക്സ് കോളത്തിൽ K9 ആയിരുന്നു. അപ്പോൾ സ്പേസ്ഡ് കോളത്തിൽ എന്താ, K10ൻ്റെ വാല്യൂ നമുക്ക് എവിടെ നിന്ന് എടുക്കും, നമ്മുടെ പേജ് നമ്പർ 2ൽ K10ൻ്റെ വാല്യൂ ഉണ്ട്. നമ്മൾ K8ഉം അതുപോലെ തന്നെ K9ഉം എല്ലാം എടുത്തത് എവിടെയാണ്, പേജ് നമ്പർ 2 എന്നല്ല, അവിടെ തന്നെ എന്തിൻ്റെയും വാല്യൂ ഉണ്ട്, പേജ് നമ്പർ 2 അവിടെ തന്നെ K10ൻ്റെ വാല്യൂ ഉണ്ട്. 0.584 × √2.5 ഈ FCP. ഓക്കെ, അവിടെ തന്നെ എന്തിൻ്റെ വാല്യൂ ഉണ്ട്, ഇതിൻ്റെ വാല്യൂ ഉണ്ട്. സോ അവിടെ നിന്ന് നമുക്ക് ആ വാല്യൂ എടുക്കാം. ദെൻ ലോങ് കോളം ആണെങ്കിൽ S/D വാല്യൂ ഗ്രേറ്റർ ദാൻ K10 ആയിരിക്കും. ഓക്കെ, അത് സോൾഡ് കോളത്തിൻ്റെ അതേ കണ്ടീഷനാണ്. ദെൻ അത് കഴിഞ്ഞ് വന്നിട്ട് പേജ് നമ്പർ 14 അപ്പോൾ പേജ് നമ്പർ, അതായത് നമ്മൾ സോൾഡ് കോളത്തിൻ്റെ, അതായത് ഈ ഒരു കണ്ടീഷൻസ് നമ്മൾ കഴിഞ്ഞു. അതായത് നമ്മുടെ ലോങ് കോളമാണോ ഷോർട്ട് കോളമാണോ അതുപോലെ ഇൻ്റർമീഡിയറ്റ് കോളമാണോ എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് പിന്നെ നമ്മൾ മറ്റേ കോളത്തിലൊക്കെ എന്താ ചെയ്തത്, സ്ട്രെസ് വാല്യൂ, പെർമിസിബിൾ സ്ട്രെസ് വാല്യൂ FC കാൽക്കുലേറ്റ് ചെയ്യായിരുന്നു. അത് തന്നെയാണ് ഇവിടെയും വരുന്ന കണ്ടീഷൻസ്. ഷോർട്ട് കോളം ആണെങ്കിൽ സെയിം ആയിരിക്കും, നമ്മൾ എന്തിൽ പറഞ്ഞ പോലെ, അതായത് FC = FCP ആയിരിക്കും, നമ്മൾ സോൾഡ് കോളത്തിൻ്റെ കേസ് പറഞ്ഞ പോലെ. അതുപോലെ ഇൻ്റർമീഡിയറ്റ് ആണെങ്കിൽ ഒരു ഇക്വേഷനുണ്ട്, ലോങ് സ്പേസ്ഡ് കോളംസ് ആണെങ്കിലും ഒരു ഇക്വേഷനുണ്ട്. അതിൽ അൺനോൺ ആയിട്ടൊരു വാല്യൂസും ഇല്ല. K10 നമുക്ക് പേജ് നമ്പർ 2 എന്ന് കിട്ടും. ഓക്കെ, സോ അതാണ് നമ്മുടെ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ സോൾഡ് കോളംസും ബിൽട്ടപ്പ് കോളംസും ചെയ്ത അതേ രീതി തന്നെയാണ്, സ്റ്റെപ്സ് എല്ലാം ഇതിൽ തന്നെ ഉണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി 2 കണ്ടീഷൻസും കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അതായത് എൻഡ് കണക്ടർ മേ ബി പ്രൊവൈഡഡ് either within 5% of actual length of individual member or at a distance 5 to 10% of actual length. ഓക്കെ, അതായത് നമ്മളുടെ എൻഡ് കണക്ടേഴ്സ് എന്ന് വെച്ചാൽ ഈ എൻഡ് ബ്ലോക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു കണക്ടേഴ്സ്, അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്
5 to 10% ഓഫ് ആക്ച്വൽ ലെങ്ത് ആണ്, അതായത് 5 to 10% ഓഫ് ഈ ഒരു ലെങ്ത്. സോ ആ എൻഡ് കണക്റ്റേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു സാധനം, ഇത് നമ്മൾ മുകളിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ്, അതായത് ഈ ഒരു പ്ലാങ്കിൻ്റെ എഡ്ജ് തൊട്ട് എത്ര ഡിസ്റ്റൻസിലാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നതെന്ന്, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് തൊട്ട് ഈ ഒരു ഡിസ്റ്റൻസ് വരെയുള്ള ഈ ഇത്രയൊരു ലെങ്ത്, അതായത് നമ്മുടെ കണക്ഷൻ്റെ സെൻറ്റർ തൊട്ട് ഈ പ്ലാങ്കിൻ്റെ എഡ്ജ് വരെ ആ ഒരു ഡിസ്റ്റൻസിൽ, അതായത് ആ കണക്ഷൻ എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 5 to 10% ഓഫ് ആക്ച്വൽ ലെങ്ത് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ അതിൽ നമുക്ക് 5 to 10% വരെയുള്ള എന്തുകൊണ്ടും എടുക്കാമല്ലോ. സോ 5% ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ എഫക്റ്റീവ് കോളം ലെങ്ത്, അതായത് നമ്മുടെ എസ്സിൻ്റെ വാല്യൂ ഉണ്ടല്ലോ, അതായത് S/Dയിൽ ഈ എസ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നത് L1/√2.5 ആയിരിക്കും. ആൻഡ് 5 to 10%, അതായത് ഇടയിൽ 10 അല്ലെങ്കിൽ ആ 6, 7, 8, 9 അത് ഏതെങ്കിലും ആണ് കൊടുക്കുന്നതെങ്കിൽ L1/√3 ആയിരിക്കും എസ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ആണ് നിങ്ങൾ എന്ത് ചെയ്ത് നോക്കി വയ്ക്കേണ്ടത്, സ്പേസ്ഡ് കോളത്തിൽ നോക്കി വയ്ക്കേണ്ടത്. അപ്പം 2 വുഡൻ പ്ലാങ്ക്സ്, അതിൻ്റെ നടുക്കൊരു സ്പേസ് കൊണ്ട് മുകളിൽ 2 ബ്ലോക്സ് വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. ആൻഡ് ഡിസൈൻ സ്റ്റെപ്സ് എന്ന് പറയുന്നത് സെയിം ആസ് എവിടെയാണ്, സോളിഡ് കോളംസ് പോലെയാണ്. ബാക്കി കണ്ടീഷൻസ്, FCPയുടെ കണ്ടീഷൻസ് 7.6.3 പേജ് നമ്പർ 14 ദെൻ നമ്മൾ കണക്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് മുകളിൽ നിന്ന് 5 to 10% ഓഫ് ലെങ്ത് എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസിലായിരിക്കും. അതിൽ 5% ആണ് സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ എസിൻ്റെ വാല്യൂ L1/√2.5 ആയിരിക്കും. 5 to 10 ഇടയിൽ വേറെ ഏതെങ്കിലും ആണ് നമ്മൾ എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ L1/√3 ആയിരിക്കും നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ഇങ്ങനെയാണ്. എ സ്പേസ്ഡ് കോളം 3 meter long carries an axle load of 200 kilonewton. Design the column using class A timber for which FCP equal to 12 Newton per mm square and E is equal to 12,600 Newton per mm square. അപ്പം നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്ത് ഡിസൈൻ ചെയ്യാനാണ്, സ്പേസ്ഡ് കോളംസ് ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഗിവൺ എന്തൊക്കെ തന്നിട്ടുണ്ട്, നമുക്ക് തന്നിരിക്കുന്നത് ലെങ്ത്ത് 3 meter ലോങ് ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് എല്ലിൻ്റെ ഡിസ്റ്റൻസ് ആണ് കേട്ടോ ലെങ്ത്ത് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്, അതായത് 3 meter ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് അത് ക്യാരി ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത് 200 kilonewton ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് നമ്മൾ കോളം ഡിസൈൻ ചെയ്യണം. ക്ലാസ് A ടിമ്പർ ആണ്. ക്ലാസ് A ടിമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് ടേബിൾ 3 പേജ് നമ്പർ 10 നിന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എടുക്കാം. പക്ഷേ ഓൾറെഡി ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ആവശ്യമായിട്ടുള്ള വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്. FCPയും ഇയും ആണ് നമുക്ക് വേണ്ടത്, അത് രണ്ടും തന്നിട്ടുണ്ട്. നമ്മളിപ്പം ക്ലാസ് A നിങ്ങൾ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂസേ എടുക്കാം. നിങ്ങളിപ്പം ടേബിളിൽ ചെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം സ്ലൈറ്റ് ഡിഫറൻസ് കാണും. അതായത് FCPയുടെ വാല്യൂ അവിടെ 11.9 സംതിങ് ആണ്, ഇവിടെ നമുക്ക് 12 തന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ആ 11 ഇടരുത്, 12 ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് വാല്യൂസ് ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ടേബിളിൽ പോയി വാല്യൂസ് എടുക്കുക. ഓക്കെ, ദെൻ അപ്പം ആദ്യം നമ്മൾ എന്താ നോക്കേണ്ടത്, നമുക്ക് ഈ കണക്ഷൻ എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നോക്കണം. ഓക്കെ, അതായിരുന്നു നമ്മൾ പറഞ്ഞത്. സോ നമ്മൾ പറഞ്ഞു 5 to 10% എന്ത് വേണോ അസ്യൂം ചെയ്യും. ഞാനിവിടെ 5 ആണ് അസ്യൂം ചെയ്തേക്കുന്നത്. സോ ഐ എം അസ്യൂമിങ് എൻഡ് കണക്ഷൻസ് ആർ പ്രൊവൈഡഡ് അറ്റ് 5% ഡിസ്റ്റൻസ് എന്ന് പ്രൊവൈഡ് ചെയ്തു. അതായത് നമ്മൾ മുകളിൽ നിന്ന്, അതായത് ഈ ഒരു കണക്ഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എത്രയാണ്, 5% ഓഫ് ലെങ്ത്. ആ ഒരു ഡിസ്റ്റൻസിലാണ് എന്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, എൻഡ് കണക്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ 5 ആണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, 5 എന്ന് പറയുമ്പോൾ ആ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. 5% ഓഫ് ലെങ്ത് ആണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, എൻഡ് കണക്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ 5/100 ഇൻറ്റു ലെങ്ത് 3 meter ആണെന്ന് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. അത് 0.15 meter എന്ന് കിട്ടും. സോറി, ദിസ് ഇസ് മീറ്റർ. ആൻഡ് 115 എന്തെന്ന് കിട്ടുന്നു, എന്ന് കിട്ടുന്നു. അതായത് നമ്മൾ മുകളിൽ നിന്നും, ഓക്കെ, അതായത് ഇവിടെ നിന്നും നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ്, ഈ കണക്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 115 mm. അതാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് തൊട്ട് ഇതുവരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് 115 mm. ഓക്കെ, സോ അത് കിട്ടി. ഇനി നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, നമുക്ക് L1 കാൽക്കുലേറ്റ് ചെയ്യാം. L1 എന്ന് പറഞ്ഞാൽ ഈ ഒരു കണക്ഷൻ തൊട്ട് ഈ ഒരു കണക്ഷൻ്റെ ഈ ഒരു ഡിസ്റ്റൻസ്, അതാണ് എന്തെന്ന് പറയുന്നത്, L1 എന്ന് പറയുന്നത്. സോ ആ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം നമുക്ക്, അതായത് ഇത് തൊട്ട് ഇതുവരെയുള്ള
ഇതിൻ്റെ സെൻറ്റർ തൊട്ട് ഇതിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസാണ് L1 ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. സോ നമുക്ക് ഇത് തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് അറിയാമല്ലോ. എത്രയാണ്? 3 മീറ്റർ ആണെന്ന് നമുക്കറിയാം ആണല്ലോ. ഈ 3 മീറ്ററിന്ന് അതുപോലെ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസും അറിയാം, ഈ ഒരു ഡിസ്റ്റൻസും അറിയാം. എത്രയാണ്? 115 mm അല്ലേ? കാരണം നമ്മൾ കണക്ഷൻ തൊട്ട് മുകളിൽ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 15 mm ആണ്, 115 mm ആണ്, അല്ലെങ്കിൽ 0.15 മീറ്റർ ആണ്. സോ നമുക്ക് L1 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? L1 വിൽ ബി ഈക്വൽ ടു ഈ 3 മീറ്റർ എന്ന് പറയുന്നത് എന്താണ്? L1 ഈസ് ഈക്വൽ ടു 3 മീറ്റർ നമ്മൾ ഒരേ യൂണിറ്റിലാക്കി 3000 mm മൈനസ് 2 ഇൻറ്റു എന്താണ്? 150 ആണല്ലോ. അത് കണ്ടുപിടിക്കാൻ സിമ്പിളാണ്, മനസ്സിലായല്ലോ. അതായത് നമുക്ക് L1 എന്ന് വെച്ചാൽ 2 ബോൾട്ടിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആയിരുന്നു നമുക്ക് വേണ്ടത്. അതായത് ഇത് തൊട്ട് ഇതുവരെയുള്ള ഈ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് മൊത്തമുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണെന്നറിയായിരുന്നു? 3000 ആയിരുന്നെന്ന് അറിയായിരുന്നു. 3 മീറ്റർ മൈനസ് ഈ 2 സെക്ഷൻസും അങ്ങ് മൈനസ് ചെയ്ത് കൊടുത്താൽ പോരെ. അതൊന്ന് 150 ആണ്. സോ 2 ഇൻറ്റു 115. അപ്പം L1ഉം Lഉം കിട്ടും. സോ നമ്മൾ അടുത്തത് ഇവിടെ കണ്ടീഷൻ പറഞ്ഞ് എന്തായിരുന്നു? എസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ, അതായത് 5% ആണെങ്കിൽ എസ് വിൽ ബി ഈക്വൽ ടു എത്രയാണെന്ന് പറഞ്ഞു? L1/2.5. സോ എസ് ഈസ് ഈക്വൽ ടു L1/√2.5. L1 എന്ന് പറയുന്നത് നമ്മളിപ്പം 2700 mm എന്ന് കാൽക്കുലേറ്റ് ചെയ്തു, ഡിവൈഡഡ് ബൈ 2.5 1708 mm എന്ന് കിട്ടി. ഓക്കെ, ദെൻ ഇനി നമ്മളുടെ ഡിസൈനിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? S/D റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. സോളിഡ് ആണോ, അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? വി ഹാവ് ടു കാൽക്കുലേറ്റ് വെദർ ഇറ്റ് ഈസ് എ ഷോർട്ട് കോളം, ലോങ് കോളം ആൻഡ് ഇൻ്റർമീഡിയറ്റ് കോളം ഏതാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം ആണല്ലോ. സോ നമുക്ക് അത് ഏതാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡിയുടെ വാല്യൂ വേണം. എസിൻ്റെ വാല്യൂ ഇപ്പോൾ നമ്മൾ L1/√2.5 വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. നമുക്കിനി വേണ്ടത് ഡിയുടെ വാല്യൂ ആണ്, ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ. സോ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ഒരു കോളം ഇങ്ങനെ ഇരിക്കുന്നു, അതായത് ഈ സൈഡിൽ ഇരിക്കുന്ന പ്ലാങ്ക് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു കോളത്തിൻ്റെ ഷേപ്പ് ആയിരിക്കും ആണല്ലോ, ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. സോ അതിൻ്റെ ഈ ഒരു തിക്നെസ്, ബ്രെഡ്ത്ത്, അതുപോലെ ലെങ്ത്, ബ്രെഡ്ത്ത്, തിക്നെസ്, അതിൻ്റെ ഒരു ഡെപ്തും വരും. സോ ആ ഒരു തിക്നെസ് ആണ് നമ്മൾ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷനായിട്ട് എടുക്കുന്നത്. സോ അത് നമ്മൾ അസ്യൂം ചെയ്യുന്ന വാല്യൂ ആണ് 50. നിങ്ങൾക്ക് ഒരു 50-60 റേഞ്ചിൽ അസ്യൂം ചെയ്യാം. സോ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ഞാനിവിടെ ഒരു ഡി എന്ന് പറയുന്നത് ഒരു 50 ആയിട്ട് എന്ത് ചെയ്തു? അസ്യൂം ചെയ്തു. അസ്യൂം തിക്നെസ് ഓഫ് ദ പ്ലേറ്റ് ആസ് 15 mm. സോ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ഡി ഈസ് ഈക്വൽ ടു 15 mm. സോ S/D എന്ന് പറയുന്നത് എസിൻ്റെ വാല്യൂ നമുക്കറിയാം, ഡീൻ്റെ വാല്യൂ നമുക്കറിയാം, അതായത് 34.16 എന്ന് കിട്ടി. സോ ഈ 34.16 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എന്താണ്? 11 ആണ്. അപ്പോൾ നമുക്ക് ഷോർട്ട് കോളം അല്ലെന്ന് മനസ്സിലായി. ഇനി ലോങ് കോളം ആണോ ഇൻ്റർമീഡിയറ്റ് കോളം ആണോ എന്ന് നോക്കാൻ നമുക്ക് ആരുടെ വാല്യൂയും കൂടെ വേണം? K10ൻ്റെ വാല്യൂയും കൂടെ വേണം. സോ നമ്മൾ എവിടെ പോയി? നമ്മൾ പേജ് നമ്പർ 2 പോയി K10ൻ്റെ വാല്യൂ എഴുതുന്നു. 0.702 ഇൻറ്റു √2.5e ഡിവൈഡഡ് ബൈ FCP. അപ്പം K10ൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നു? അവിടെ പോയി ഇരുന്നു. K10 ഈക്വൽ ടു ഈ വാല്യൂ ആണെന്ന് നമുക്ക് മനസ്സിലായി. സോ അതിനകത്ത് നമുക്ക് ഇയും വേണം, FCPയും വേണം. ഇൻ കേസ് നമ്മൾ ഗ്രൂപ്പ് 8 ചെയ്യുമ്പോൾ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇയുടെയും FCPയുടെയും വാല്യൂ തന്നിട്ടുണ്ട്. ഇൻ കേസ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്ന് എടുത്തണേ? നമ്മളുടെ കോഡിൽ തന്നെ പേജ് നമ്പർ 10 ടേബിൾ 3 ഉണ്ട്. പേജ് നമ്പർ 10 ടേബിൾ 3 ഉണ്ട്. അതിൽ ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി ഉണ്ട്. നമുക്ക് ഗ്രൂപ്പ് എ ആയിരുന്നു. അതിൻ്റെ ഇയുടെ വാല്യൂ ഇവിടെ ഉണ്ട് 12.6 ഇൻറ്റു 10³ കൂടെ ചെയ്യണം കേട്ടോ. ഇവിടെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇൻറ്റു 10 തന്നിരിക്കുന്ന വാല്യൂ, അതായത് ഇതിൻ്റെ 9.8 ഇൻറ്റു 10³ Nm² ആയിരിക്കും. 5.6 ഇൻറ്റു 10³ Nm² ആയിരിക്കും. ഇവിടെ 12.6 ഇൻറ്റു 10³ Nm² ആണ്. പക്ഷേ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ വാല്യൂ തന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ തന്നിരിക്കുന്ന വാല്യൂ ആണ് എടുക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് തന്നിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? അതിൻ്റെ വാല്യൂ FCPയുടെയും ഇയുടെയും വാല്യൂ തന്നിട്ടുണ്ട്. സോ നമുക്കത് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് K10ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. സോ K10 എന്ന് പറയുന്നത് 35.9688 ആണ്. അപ്പം നമുക്ക് മനസ്സിലായി നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത S8 എന്ന് പറയുന്നത് 11നും K10നും ഇടയ്ക്കുള്ളൊരു വാല്യൂ ആണ് അല്ലേ?
34.16 ആണ് എസ് ബൈ ഡി എന്ന് പറയുന്നത്. അത് 11നേക്കാൾ കൂടുതലാണ്. ആൻഡ് കേട്ടൺ 35.96 ആണ്, അതിനേക്കാൾ കുറവാണ്. സോ അത് നമുക്കൊരു ഇൻ്റർമീഡിയറ്റ് കോളം ആണെന്ന് മനസ്സിലാവുന്നു. സോ ഇൻ്റർമീഡിയറ്റ് കോളം ആണെങ്കിൽ നമ്മൾ അഗെയിൻ കോഡിൽ പോയിട്ട് പേജ് നമ്പർ 14 പോകും ആണല്ലോ. സോ പേജ് നമ്പർ 14 കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഇൻ്റർമീഡിയറ്റ് കോളം ആണെങ്കിൽ നമ്മുടെ എഫ് സി വിൽ ബി ഈക്വൽ ടു എഫ് സി പി ഇൻറ്റു 1 മൈനസ് 1/3 ഇൻറ്റു എസ് ബൈ കേട്ടൺ ഡി ദ ഹോൾ റൈസ് ടു 4 ആണെന്ന് മനസ്സിലാവും ആണല്ലോ. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ഇക്വേഷനും എഴുതുന്നു. ഓക്കെ, സോ ആ ഒരു ഇക്വേഷനും എഴുതിയതിന് ശേഷം that fc equal to fcp into 1 minus 1/3 into s by kton d the whole raised to 4. അതാണ് ഇൻ്റർമീഡിയറ്റ് കോളംസ് എന്ന് പറയുന്നത്. സോ നമുക്ക് എഫ് സി അതായത് സ്ട്രെസ് വരെ കിട്ടി. നമുക്ക് ഡിസൈൻ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടത്, ആ ഒരു കോളത്തിൻ്റെ ഡയമെൻഷൻസ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, നമുക്ക് ലെങ്ത്തും ഉണ്ട് തിക്നെസ്സും ഉണ്ട്. ഇനി നമുക്ക് ഒരാളും കൂടെ വേണം ഒരു കോളം ആകുമ്പം, അതിൻ്റെ ബ്രെഡ്ത്ത് വേണം. സോ ബ്രെഡ്ത്ത് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം, ഏരിയ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സോ നമുക്കിവിടെ സ്ട്രെസ് വാല്യൂ ഉണ്ട്, ക്വസ്റ്റ്യനിൽ ലോഡും തന്നിട്ടുണ്ട്. അപ്പോൾ ഏരിയ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. ഏരിയ ഇസ് ഈക്വൽ ടു ലോഡ് ഡിവൈഡഡ് ബൈ സ്ട്രെസ്. ലോഡ് വാല്യൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക, സ്ട്രെസ്സിൻ്റെ വാല്യൂ. സോ നമുക്ക് 200 kN ആയിരുന്നു, അതിനെ ന്യൂട്ടണിലോട്ടാക്കാൻ വേണ്ടി ഇൻറ്റു 10³ ചെയ്തിട്ടുണ്ട്. ആൻഡ് എഫ് സി എന്ന് പറയുന്നത് 8.745, അതും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. സോ നമുക്ക് എന്ത് ചെയ്യുന്നു, ഏരിയയുടെ വാല്യൂ കിട്ടുന്നു. ഓക്കെ, നമ്മൾ 2 പ്ലാങ്ക്സ് ആണല്ലോ കൊടുക്കുന്നത് അല്ലേ. ഇങ്ങനെ ഒരു പ്ലാങ്കും ഇങ്ങനൊരു പ്ലാങ്കും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നടുക്കാണ് ഈ ഒരു സ്പേസിങ് എന്ന് പറയുന്നത് വരുന്നത് ആണല്ലോ. സോ ഒരു പ്ലാങ്കിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഒരു പ്ലാങ്കിൻ്റെ ബ്രെഡ്ത്തും ഡയമെൻഷൻസും ഒക്കെ അല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഒരു പ്ലാങ്കിൻ്റെ ഏരിയ ആയിരിക്കും നമുക്ക് വേണ്ടത്. അപ്പം ഏരിയ ഓഫ് 1 പ്ലാങ്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ ഹോൾ ഇപ്പം നമുക്ക് കിട്ടി 22870.211 ഡിവൈഡഡ് ബൈ 2, അങ്ങനെ ഏരിയ ഓഫ് 1 പ്ലാങ്ക് കിട്ടുന്നു. ദെൻ തിക്നെസ് ഓഫ് ദ പ്ലാങ്ക് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ വിഡ്ത്ത് കിട്ടുമല്ലോ. അതായത് ഏരിയയെ അതിൻ്റെ തിക്നെസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, കാരണം നമ്മുടെ ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ് എന്ന് പറയുന്നതാണ് ഏരിയ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ. സോ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഏരിയ ബൈ തിക്നെസ് ചെയ്താൽ മതി. ഓക്കെ, സോ ഏരിയ ബൈ തിക്നെസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് 228.702111 എന്ന് കിട്ടി. അതിന് നമ്മൾ അപ്രോക്സിമേറ്റ്ലി 213 mm ആയിട്ട് എടുത്തു. സോ വി ക്യാൻ പ്രൊവൈഡ് എ പ്ലാങ്ക് ഓഫ് സൈസ് 213 mm by 15 mm. ആ ബ്രെഡ്ത്തിലും തിക്നെസ്സിലും ഉള്ളൊരു പ്ലാങ്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മുടെ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ചെറുതായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, നമ്മൾ ഡിസൈൻ ചെയ്യണം. അതായത് നമ്മൾ ഡിസൈൻ ചെയ്ത കോളം എന്ന് പറയുന്നത് എന്തിരിക്കുന്നു, അതിന് മാക്സിമം വരുന്ന ലോഡിനെ താങ്ങാനായിട്ട് അതിന് പറ്റണം അല്ലോ. സോ ഇതിന് മാക്സിമം നമ്മുടെ ഈ കോളത്തിന് താങ്ങാൻ പറ്റുന്ന ലോഡ് എത്രയാണെന്നാണ് അടുത്തത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാനുള്ളത്. സോ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി ഈക്വൽ ടു എന്താണ്, ലോഡ് പി ഈസ് ഈക്വൽ ടു എഫ് സി ഇൻറ്റു ഏരിയ, സ്ട്രെസ് ഇൻറ്റു ഏരിയ അല്ലേ. അതായത് നമുക്ക് ഏരിയ ഈസ് ഈക്വൽ ടു ലോഡ് ബൈ സ്ട്രെസ് ആൻഡ് ലോഡ് വിൽ ബി ഈക്വൽ ടു ഏരിയ ഇൻറ്റു സ്ട്രെസ്. എഫ് സി നമുക്കറിയാം, ഏരിയ എന്ന് പറയുന്നത് 230 × 50. ഓക്കെ, സോ നമുക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അത് എന്തിനേക്കാൾ ഗ്രേറ്റർ ആണോ എന്ന് നോക്കുക, 200 kN ഗ്രേറ്റർ ആണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ×2 ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതായത് ഇവിടെ ഞാനിപ്പോൾ എഴുതിയിട്ടില്ല. ആൻഡ് ×2 എന്ന് പറയുമ്പോൾ നമുക്ക് 2 ഏരിയ ഇല്ല. അതായത് ഇവിടെ 8.745 × 213 × 15 × 2 ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇവിടെ ×2 കൂടെ വരും. 2 പ്ലാങ്ക്സിൻ്റെ ഇല്ല. അതായത് ഏരിയ 213 × 15 × 2 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 201.135 ആണ്. അത് 200നേക്കാൾ ഗ്രേറ്റർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, സേഫ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ഡിസൈൻ ഒന്നുകൂടെ പറയാം. നമുക്ക് ഇതായിരുന്നു ഡിസൈൻ ചെയ്യേണ്ടത്. സോ ആദ്യം നമ്മുടെ കോളം ക്വസ്റ്റ്യൻ കിട്ടി. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഈ എൻഡ് കണക്ടേഴ്സ് എവിടെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് സെലക്ട് ചെയ്യണം. സോ നമുക്ക് 5 to 10% എവിടെ വേണോ സെലക്ട് ചെയ്യാം. ഞാനൊരു 5% എടുത്തു. സോ 5% ഓഫ് L എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണ് നമ്മൾ എൻഡ് കണക്ടേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആ ഒരു ഡിസ്റ്റൻസിൽ നമ്മൾ കൊടുത്തു.
അതിനുശേഷം നമ്മൾക്ക് ടോട്ടൽ L1, അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കണക്ടേഴ്സ്, മുകളിലത്തെ കണക്ടറും താഴത്തെ കണക്ടറും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ടോട്ടൽ ലെങ്ത്തിൽ നിന്നും എൻഡ് കണക്ടേഴ്സിൻ്റെ ഡിസ്റ്റൻസ് മാറ്റിയാൽ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു പെർട്ടിക്കുലർ വാല്യൂ കിട്ടും. ആൻഡ് അതിനുശേഷം നമുക്ക് S/D കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എസ് കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് 2 കണ്ടീഷൻ ഉണ്ടായിരുന്നു. 5% ആണെങ്കിൽ L1/√2.5ഉം 5 to വേറെ 10 വരെയുള്ള ബാക്കി ഏത് പെർസെൻറ്റേജ് ആണെങ്കിലും L1/√3 ആയിരുന്നു നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ L1/√2.5ൻ്റെ ഇക്വേഷനിൽ നമ്മൾ 5% എടുത്തുകൊണ്ട് ആ ഒരു ഇത് കൊടുത്തിട്ട് എസിൻ്റെ വാല്യൂ കിട്ടി. ദെൻ ഇനി ഡി എന്ന് പറയുന്നത് ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ. സോ തിക്നെസ് നമ്മളൊരു 15 mm അസ്യൂം ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് S/D കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഗ്രേറ്റർ ദാൻ 11 ആണെന്ന് കിട്ടുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നു ഷോർട്ട് കോളം അല്ല നമ്മുടെ കണ്ടീഷൻ. സോ നെക്സ്റ്റ് നമ്മൾ K10 കാൽക്കുലേറ്റ് ചെയ്യുന്നു. K10 കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ വാല്യൂസ് എല്ലാം എടുത്തതിന് ശേഷം നമുക്കിത് ഇൻ്റർമീഡിയറ്റ് കോളം ആണെന്ന് മനസ്സിലാവുന്നു. ഇൻ്റർമീഡിയറ്റ് കോളം ആണെന്ന് മനസ്സിലായതിന് ശേഷം നമ്മളതിൻ്റെ സ്ട്രെസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങോട്ട് പോകുന്നു? നമ്മുടെ പേജ് നമ്പർ 14 പോയിട്ട് അതിൻ്റെ സ്ട്രെസ് വാല്യൂ എല്ലാം എടുക്കുന്നു. സോ നമ്മുടെ കയ്യിൽ സ്ട്രെസ്സും ലോഡും ഉണ്ട്. അപ്പം നമുക്ക് കോളത്തിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് 2 കോളംസ് ഉണ്ടെന്ന് പറഞ്ഞു. സോ ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? ഒരെണ്ണത്തിൻ്റെ ഏരിയ കിട്ടും. ഓക്കെ, സോ നമ്മളുടെ കയ്യിൽ തിക്നെസ്സും ഉണ്ട്, ഏരിയ ഉണ്ട്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് എന്ത് കണ്ടുപിടിക്കാം? അതിൻ്റെ വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാം. സോ വിഡ്ത്തും കൂടെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പം നമുക്ക് സ്ട്രക്ചറിൻ്റെ ഡിസൈൻ കഴിഞ്ഞു. ഓക്കെ, ദെൻ നമ്മളത് സേഫ് ആണോ അല്ലേന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നു. സ്ട്രെസ് ഇൻറ്റു ഏരിയ. സോ അവിടെ 2 പ്ലാങ്കിൻ്റെയും ഏരിയ കൺസിഡർ ചെയ്യണം. ഓക്കെ, സോ നിങ്ങൾക്ക് ഇനി അടുത്ത ഒരു പോർഷനും കൂടെ ഉള്ളൂ. ഇതായിരുന്നു സ്പേസ്ഡ് കോളം. സിമ്പിളായിരുന്നു. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ഫ്ലിച്ച്ഡ് ബീംസ് അല്ലെങ്കിൽ കോമ്പോസിറ്റ് ബീംസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫ്ലിച്ച്ഡ് ബീംസ് അല്ലെങ്കിൽ കോമ്പോസിറ്റ് ബീംസ് എന്ന് വെച്ചാൽ എന്താണ്? ഓക്കെ, അതായത് നമ്മളുടെ ഒരു ബീം സെക്ഷൻസ്, അതായത് ഇപ്പോൾ നമ്മൾ ടിമ്പർ മാത്രം പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന് എടുക്കാൻ പറ്റുന്നൊരു ലോഡ് കുറവായിരിക്കും. ഓക്കെ, സോ നമ്മൾ ഈ ടിമ്പറിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ കൂട്ടത്തിൽ സ്റ്റീൽ കണക്ഷൻസും കൂടെ കൊടുക്കുന്നു. അതായത് കണക്ഷൻസ് മാത്രമല്ല, സ്റ്റീൽ സെക്ഷൻസ് കൊടുക്കുന്നു. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോമ്പോസിറ്റ് ബീംസ് അല്ലെങ്കിൽ ഫ്ലിച്ച്ഡ് ബീംസ് എന്ന് പറയുന്നത്. അതായത് വുഡൻ ബീംസിൻ്റെ കൂടെ, ഇപ്പോൾ ബീം ആണെങ്കിൽ വുഡൻ്റെ കൂടെ നമ്മൾ എന്ത് സെക്ഷൻസും കൂടെ കൊടുക്കും? സ്റ്റീൽ സെക്ഷൻസും കൂടെ കൊടുക്കും. എന്തിന്? വുഡനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട്. തിരിച്ച് വേണമെങ്കിലും പറയാം, സ്റ്റീൽ സെക്ഷൻസിൻ്റെ കൂടെ വുഡൻ സെക്ഷൻസ് കൊടുക്കുന്നതും എന്ത് തന്നെയാണ്? കോമ്പോസിറ്റ് ബീംസ് അല്ലെങ്കിൽ ഫ്ലിച്ച്ഡ് ബീംസ് തന്നെയാണ്. സത്യം പറഞ്ഞാൽ എന്താണ്? ഒരു കോമ്പിനേഷനാണ്. സോ കോമ്പിനേഷൻ ഓഫ് സ്റ്റീൽ സെക്ഷൻസ് ആൻഡ് വുഡൻ സെക്ഷൻസ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്ലിച്ച്ഡ് ബീംസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ രീതിയിലാണ് ഇതൊരു ടൈപ്പ് ഓഫ് കണക്ഷനാണ്. പല രീതിയിലും കണക്ട് ചെയ്യാം. ഈ നടുക്ക് കൊടുത്തിരിക്കുന്നത് എന്താണ്? വുഡൻ പ്ലേറ്റ് ആണ്. ആ അതിൻ്റെ 2 സൈഡിലായിട്ട് നമ്മൾ എന്തിനേയും കൊടുത്തിട്ടുണ്ട്? സ്റ്റീൽ പ്ലേറ്റ്സിനെയും കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഫ്ലിച്ച്ഡ് ബീംസ് അല്ലെങ്കിൽ കോമ്പോസിറ്റ് ബീംസ് എന്ന് പറയുന്നത്. തിരിച്ചു കൊടുക്കാം. എങ്ങനെ കൊടുക്കാം? ഇത് നടുക്കിരിക്കുന്നത് ഒരു സ്റ്റീൽ സെക്ഷൻ. ആ 2 സ്റ്റീൽ സെക്ഷൻ അപ്പുറമായിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു? വുഡൻ സംഭവങ്ങൾ കൊടുക്കുന്നു. ഓക്കെ, ഇതും എന്ത് തന്നെയാണ്? ഫ്ലിച്ച്ഡ് ബീം തന്നെയാണ്. ഇനി ഇതിപ്പം നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ ഞാൻ ഒരേ ലെങ്ത്തിൽ കൊടുത്തു, 2 ലെങ്ത്തിൽ കൊടുക്കാം. ഇതിപ്പോൾ വുഡൻ സെക്ഷൻസ് ആണ്. ഓക്കെ, ഇത് വുഡൻ സെക്ഷൻസ് ആണ്. ഈ വുഡൻ സെക്ഷൻസിൻ്റെ അപ്പുറവും നമ്മൾ ആ സെയിം ലെങ്ത് അല്ലാണ്ട് അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ എന്ത് കൊടുക്കുന്നു? സ്റ്റീൽ സെക്ഷൻസ് കൊടുക്കുന്നു. ഇതും എന്ത് തന്നെയാണ്? ഫ്ലിച്ച്ഡ് ബീംസ് അല്ലെങ്കിൽ കോമ്പോസിറ്റ് ബീംസ് തന്നെയാണ്. ഓക്കെ, സോ അത് സ്റ്റീൽ സെക്ഷൻസും വുഡൻ സെക്ഷൻസും കമ്പൈൻഡ് ആയിട്ട് വരുന്ന ആ ഒരു സെക്ഷനാണ് നമ്മുടെ കോമ്പോസിറ്റ് സെക്ഷൻസ് എന്ന് പറയുന്നത്. സോ ഇത് ഇങ്ങനെ എന്താണ്? ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന രീതി എന്ന് പറയുന്നത്, അതിനിടയിൽ ഇപ്പം നമ്മൾ 2 എണ്ണം പരസ്പരം കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിലും അതിൻ്റെ ഇടയിൽ യാതൊരു സ്ലിപ്പോ ഫ്രിക്ഷൻസോ ഒന്നും ഉണ്ടാവത്തില്ല. സോ നമ്മൾ ഇതിനെ മൊത്തത്തിൽ എന്താണ്? ഒരൊറ്റ യൂണിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതായത് എൻ്റെ സ്ട്രക്ചറും ഒറ്റ യൂണിറ്റ്, സെപ്പറേറ്റ് നമ്മൾ വുഡെന്നോ അല്ലെങ്കിൽ എന്താണ് സ്റ്റീലെന്നോ അല്ല പറയുന്നത്. നമ്മൾ സെപ്പറേറ്റ് നമ്മുടെ ഒരൊറ്റ ഫ്ലിച്ച്ഡ് ബീം സെക്ഷൻസ് തന്നെയാണ്. ഇത് നമ്മൾ വുഡൻ ബീമെന്നോ അല്ലെങ്കിൽ സ്റ്റീൽ ബീമെന്നോ നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഓക്കെ,
സോ ഇപ്പോൾ ഞാൻ വരച്ചിരിക്കുന്ന ഈ ഒരു ഫിഗർ, ഈ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയുകയാണ്. സോ നടുക്കുള്ളത് വുഡൻ സെക്ഷൻ, രണ്ട് സൈഡിലുമായിട്ട് സ്റ്റീൽ പ്ലേറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ആ വുഡൻ എന്ന് പറയുന്നതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് B, അതിൻ്റെ ഡെപ്ത്ത് എന്ന് പറയുന്നത് D, ആൻഡ് സ്റ്റീൽ സെക്ഷൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് T, ആൻഡ് ഡെപ്ത്ത് എന്ന് പറയുന്നത് സ്മോൾ d. സെയിം ഡെപ്ത്തിലാണ് രണ്ടും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ആൻഡ് ഇതിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാംസ് ആണ് ഇപ്പുറത്ത് വരച്ചിട്ടുള്ളത്. ആദ്യം ഞാൻ വരച്ചിരിക്കുന്നത് സ്ട്രെയിൻ ഡയഗ്രാം, ആൻഡ് ഇപ്പുറത്ത് വരച്ചിരിക്കുന്നത് സ്ട്രെസ് ഡയഗ്രാം ഓഫ് വുഡ്, ആൻഡ് ഇപ്പുറത്ത് വരച്ചിരിക്കുന്നത് സ്ട്രെസ് ഡയഗ്രാം ഓഫ് സ്റ്റീൽ. ഈ സ്ട്രെസ് ഡയഗ്രാം വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, അതായത് നിങ്ങൾ നേരത്തെ പഠിച്ചു കാണും. ഇത് ഇപ്പം ഞാൻ വരച്ചിരിക്കുന്ന സ്ട്രെസ് ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ സ്ട്രെയിൻ ഡയഗ്രാം എങ്ങനെയാണ് വരുന്നത്? ഇതുപോലെയാണ് വരുന്നത്, ഈ ഷേപ്പിലാണ് വരുന്നത്. ആൻഡ് മാക്സിമം സ്ട്രെസ് എന്ന് പറയുന്നത് ഏത് പോയിൻറ്റിലായിരിക്കും? ഈ ഒരു പോയിൻറ്റിലായിരിക്കും മാക്സിമം സ്ട്രെസ് വരുന്നത്. ആ ഒരു പോയിൻറ്റിന് നമ്മൾ എക്സ്ട്രീം ഫൈബറിൻ്റെ പോയിൻറ്റ്സ് എന്നാണ് പറയുന്നത്, എക്സ്ട്രീം ഫൈബർ പോയിൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ എക്സ്ട്രീം ഫൈബർ പോയിൻറ്റിലായിരിക്കും മാക്സിമം സ്ട്രെസ് വരുന്നത്. ഇത് നിങ്ങൾ മോസിൽ പഠിച്ചതായിരിക്കും. സോ ഈ ഒരു ഇതിൻ്റെ നമ്മൾ രണ്ടിനെയും സെപ്പറേറ്റ് ആയിട്ടാണ് വരയ്ക്കുന്നത്, വുഡിനും സ്റ്റീലിനും. ഓക്കെ, വുഡിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാമാണിത്, സ്ട്രെസ് ഡയഗ്രാമാണ് ഇത്. സ്റ്റീലിൻ്റെ സ്ട്രെസ് ഡയഗ്രാം, ഇത് രണ്ടിൻ്റെയും സ്ട്രെയിൻ ഡയഗ്രാം. ഓക്കെ, രണ്ടിൻ്റെയും സ്ട്രെയിൻ ഡയഗ്രാം എന്തുകൊണ്ടാണ് ഒരുമിച്ച് വരച്ചിരിക്കുന്നതെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. സോ നമ്മൾ ഇവിടെ ഹിയർ വി പ്രൊവൈഡഡ് എ ഫ്ലിച്ച്ഡ് ബീം ഓഫ് ഡെപ്ത് D ആൻഡ് മെയ്ഡ് ഓഫ് വുഡൻ ജോയിസ്റ്റ് ഓഫ് ബ്രെഡ്ത്ത് B ആൻഡ് ഡെപ്ത്ത് D. അതായത് നമ്മൾ D ഡെപ്ത്തിലും B ബ്രെഡ്ത്തിലും ഒരു വുഡൻ ജോയിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് സ്ട്രെങ്തൻഡ് ബൈ 2 സ്റ്റീൽ പ്ലേറ്റ്സ് ഓഫ് തിക്നെസ് T ആൻഡ് സെയിം ഡെപ്ത്ത് D. അതായത് നമ്മൾക്ക് B ബ്രെഡ്ത്തിലും D ഡെപ്ത്തിലും ഉള്ള വുഡൻ ജോയിസ്റ്റ് ഉണ്ടായിരുന്നു, അതിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് 2 സ്റ്റീൽ പ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, T ബ്രെഡ്ത്തിലും D തിക്നെസ്സിലും. ഓക്കെ, ആൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് y ഫ്രം ദ ന്യൂട്രൽ ആക്സിസ് ദ സ്ട്രെസ് ഓഫ് സ്റ്റീൽ ആൻഡ് വുഡ് ആർ 5s ആൻഡ് 5w റെസ്പെക്റ്റീവ്ലി. അതായത് ഇതാണ് നമ്മുടെ സെൻറ്ററിൽ കൂടെ പോകുന്നത്, അതായത് ഈ ഫുൾ ബീമിൻ്റെ സെൻറ്ററിൽ കൂടെ പോകുന്നതാണ് നമ്മുടെ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. സോ ഇതെല്ലാം ഇതിൻ്റെ ന്യൂട്രൽ ആക്സിസുകളാണ്. ഈ ന്യൂട്രൽ ആക്സിസിൽ നിന്നും y ഡിസ്റ്റൻസ് മാറിയിട്ട് നമ്മളതിൻ്റെ സ്ട്രെസ്സും സ്ട്രെയിനും എടുക്കുകയാണ്. y ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതൊരു ഡിസ്റ്റൻസ് ആവട്ടെ, നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ആ ഡിസ്റ്റൻസ് വരും. ഓക്കെ, സോ y ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മാറിയിട്ട് ഉള്ള ഒരു സ്ട്രെയിൻ എന്ന് പറയുന്നത് തന്നെയാണ്. കാരണം സ്റ്റീലിൻ്റെയും വുഡിൻ്റെയും ഒരു യൂണിറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് രണ്ടിൻ്റെയും സ്ട്രെയിൻ ഒന്നാണെന്നാണ് നമ്മൾ എടുക്കുന്നത്. അതായത് സ്ട്രെയിൻ ഓഫ് സ്റ്റീൽ സെക്ഷൻ വിൽ ബി ഈക്വൽ ടു സ്ട്രെയിൻ ഓഫ് വുഡ് സെക്ഷൻ. ഓക്കെ, സോ ആ ഒരു പോയിന്റിൽ, അതായത് y ഡിസ്റ്റൻസിലുള്ള അതിൻ്റെ സ്ട്രെസ്സിന് നമ്മൾ വുഡിൻ്റെ സ്ട്രെസ്സിന് 5w എന്നും, അതായത് y ഡിസ്റ്റൻസ് മാറി വരുന്ന അതിൻ്റെ സ്ട്രെസ്സിനെ നമ്മൾ വുഡിൻ്റെനെ 5w എന്നും സ്റ്റീലിൻ്റെനെ 5s എന്നും കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്, ഈ രണ്ടെണ്ണം. ഓക്കെ, അതായത് നമ്മുടെ ഫിഗർ ഇങ്ങനെ വരും. സോ ഇങ്ങനെ ഇരിക്കുന്ന ഫിഗറിൻ്റെ ഇടയിൽ വരുന്ന, ഞാൻ പറഞ്ഞു ഇതായിരിക്കും മാക്സിമം സ്ട്രെസ്സായിട്ട് വരുന്നത് അല്ലേ, ഇതായിരിക്കും മാക്സിമം സ്ട്രെസ്സായിട്ട് വരുന്നത്. ഇതിൻ്റെ ഇടയിലുള്ള ഒരു സ്ട്രെസ് വാല്യൂ, ഇത് ഏത് ഡിസ്റ്റൻസും ആവട്ടെ, നമ്മൾ y ഡിസ്റ്റൻസ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു, അതിനെ നമ്മൾ 5s, വുഡാണെങ്കിൽ 5w എന്ന് നോട്ട് ചെയ്യണം. ഓക്കെ, ദെൻ ഫ്ലിച്ച്ഡ് ബീം സെക്ഷൻസ് ആർ ഡിസൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ്. ഈ ഒരു ഫ്ലിച്ച്ഡ് ബീം സെക്ഷൻസ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എന്തിൻ്റെ ബേസിസിലാണ്? അതായത് ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മളിതിനെ ഡിസൈൻ ചെയ്യുന്നത്. അതായത് സ്റ്റീൽ സെക്ഷനിലെ സ്ട്രെയിൻ എന്ന് പറയുന്നത് വുഡ് സെക്ഷനിലെ സ്ട്രെയിനിന് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് സ്ട്രെയിൻ ഇൻ വുഡ് സെക്ഷൻ വിൽ ബി ഈക്വൽ ടു സ്ട്രെയിൻ ഇൻ സ്റ്റീൽ സെക്ഷൻ. അതായത് നമ്മളുടെ ES എന്ന സ്ട്രെയിനിനെ നമ്മൾ ആയിട്ടാണല്ലോ ഡിനോട്ട് ചെയ്യുന്നത്. E ഓഫ് സ്റ്റീൽ വിൽ ബി ഈക്വൽ ടു E ഓഫ് വുഡ്. സ്റ്റീലിൻ്റെ സ്ട്രെയിൻ എന്ന് പറയുന്നത് വുഡിൻ്റെ സ്ട്രെയിനിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഹൂക്സ് ലോ എന്ന് പറഞ്ഞൊരു സംഭവം പഠിച്ചിട്ടുണ്ട്, മൈൽഡ് സ്റ്റീലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവിൽ. സോ ആ ഹൂക്സ് ലോ അനുസരിച്ച് നമ്മുടെ സ്ട്രെസ് എന്ന് പറയുന്നത് വിൽ ഓൾവേസ് ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? സ്ട്രെയിൻ ആയിരിക്കും. ഓക്കെ, സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അതായത് സ്ട്രെസ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഈ ലെറ്റർ കൊണ്ട്,
ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഇത് സ്ട്രെസ്, ഇത് സ്ട്രെയിൻ. ഓക്കെ, സോ നമ്മൾ ഇത് മാറ്റാൻ വേണ്ടിയിട്ട്, ഇത് നിങ്ങൾ മോസ്റ്റ് പഠിച്ചിട്ടുള്ളതായിരിക്കും. അതായത് പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ കോൺസ്റ്റൻ്റാണ് ഇ എന്ന് പറയുന്നത്. ഇ എന്ന് വെച്ചാൽ എന്തായിരിക്കും? യങ്സ് മോഡുലസ്. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ എന്തിൽ പഠിച്ചതായിരിക്കും? മോസിൽ പഠിച്ചിട്ടുള്ളതായിരിക്കും. സോ ദാറ്റ് ദിസ് സ്മോൾ ഇ വിൽ ബി ഈക്വൽ ടു, ഈ ഒരു സ്മോൾ ഇ എന്ന് പറയുന്നത്, ഇതിന് ഈ സ്മോൾ ഇ എന്ന് നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ ബൈ ഇ എന്ന് എഴുതാം, ആണല്ലോ. അതായത് സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ്. ഓക്കെ, സോ നമുക്ക് അറിയാം, അപ്പം സ്ട്രെയിൻ ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ ഇ എന്ന് കിട്ടി. സോ നമുക്ക് ഇ എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സിഗ്മ എസ് ഡിവൈഡഡ് ബൈ ഇ എസ് ആയിരിക്കും. അതുപോലെ ഇ ഡബ്ല്യു എന്ന് പറയുന്നത് എന്തായിരിക്കും? അതുപോലെ ഇ ഡബ്ല്യു എന്ന് പറയുന്നത് എന്തായിരിക്കും? സിഗ്മ ഡബ്ല്യു ഡിവൈഡഡ് ബൈ ഇ ഡബ്ല്യു ആയിരിക്കും. അപ്പോൾ ഇ എസ് ഈക്വൽ ടു ഇ ഡബ്ല്യു ആകുമ്പോൾ അതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? സിഗ്മ എസ് ബൈ ഇ എസ് വിൽ ബി ഈക്വൽ ടു സിഗ്മ ഡബ്ല്യു ബൈ ഇ ഡബ്ല്യു. ഈ ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ട, ഇക്വേഷൻ മാത്രം നോക്കി വെച്ചിരുന്നാൽ മതി. ഞാനിത് ജസ്റ്റ് എങ്ങനെ വന്നു എന്ന് മാത്രം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. സോ നമ്മുടെ സിഗ്മ എസ്സിനെ നമ്മൾ ഇവിടെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? 5s ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സ്ട്രെസ്സിനെ നമ്മൾ ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത് വേറെ ലെറ്ററിലാണ്. സോ ഇതാണ് നമ്മുടെ സ്ട്രെസ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓരോ പോയിന്റിലും ഓരോ എന്തായിരിക്കും? സ്ട്രെസ് വാല്യൂസ് ആയിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ സിഗ്മ ആയിട്ടല്ല, പകരം 5w 5s ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ അറ്റ് ഡിസ്റ്റൻസ്, ഏത് പോയിന്റിലുള്ള ഡിസ്റ്റൻസ് ആയാലും നമ്മളതിനെ പി എസ് എന്നാണ്, സിഗ്മേനെ നമ്മൾ പി എസ് എന്നാണ് നോട്ട് ചെയ്യുന്നത്, പി എസ്. സോ നമ്മളുടെ ഇത് എന്താണ് വരും? പി എസ് ഡിവൈഡഡ് ബൈ ഇ എസ് വിൽ ബി ഈക്വൽ ടു പി ഡബ്ല്യു ഡിവൈഡഡ് ബൈ ഇ ഡബ്ല്യു എന്ന് വരും. ഓക്കെ, ആൻഡ് നമ്മളുടെ ഓക്കെ ദെൻ ഇത് അറ്റ് എ ഡിസ്റ്റൻസ് ഇ വൈ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ വരുമ്പോഴുള്ള സ്ട്രെസ്സാണ്. ആൻഡ് എക്സ്ട്രീം ഫൈബേഴ്സിൽ, അതായത് ഈ എൻഡ് പോർഷനിൽ, ഓക്കെ, അതായത് നമ്മളുടെ ഇങ്ങനെ വരുന്നതിൽ ഈ ഒരു എൻഡ് പോർഷനിലുള്ളത് മാക്സിമം സ്ട്രെസ് ആയിരിക്കുമല്ലോ. സോ മാക്സിമം സ്ട്രെസ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എഫ് എസ് ഓർ എഫ് ഡബ്ല്യു ഇട്ടായിരിക്കും. ഓക്കെ, വുഡിൻ്റെ ആണെങ്കിൽ എഫ് ഡബ്ല്യു ആൻഡ് സ്റ്റീലിൻ്റെ ആണെങ്കിൽ എഫ് എസ് ആയിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, എക്സ്ട്രീം ഫൈബർ. സോ നമുക്ക് രണ്ട് രീതിയിൽ ഇക്വേഷൻ എഴുതാം. ഒന്ന്, നമ്മൾ വൈ ഡിസ്റ്റൻസിലുള്ളതാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ 5s ഡിവൈഡഡ് ബൈ ഇ എസ് വിൽ ബി ഈക്വൽ ടു പി ഡബ്ല്യു ഡിവൈഡഡ് ബൈ ഇ ഡബ്ല്യു. ആൻഡ് അറ്റ് ഡിസ്റ്റൻസ് മാക്സിമം ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എഫ് എസ് ഡിവൈഡഡ് ബൈ ഇ എസ് വിൽ ബി ഈക്വൽ ടു എഫ് ഡബ്ല്യു ഡിവൈഡഡ് ബൈ ഇ ഡബ്ല്യു. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. ഞാൻ ആ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഒക്കെ വരച്ചതുകൊണ്ടാണ് ഇട്ടത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സോ ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മുടെ ഫ്ലിച്ച്ഡ് ബീം എന്ന് പറയുന്നത് രണ്ടിനെയും എന്ത് ചെയ്യുന്നു? രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് നമ്മൾ ഫ്ലിച്ച്ഡ് ബീംസ് എന്ന് പറയുന്നത്. അതിൻ്റെ സ്ട്രെസ് ഡയഗ്രാമും സ്ട്രെയിൻ ഡയഗ്രാമും വരയ്ക്കാൻ പഠിക്കുക. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ വരുന്നത്, ടോപ്പിലും ബോട്ടത്തിലായാലും വരുന്നത് മാക്സിമം സ്ട്രെസ് ആയിരിക്കും. മാക്സിമം സ്ട്രെസ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എഫ് എസും എഫ് ഡബ്ല്യുവും വെച്ചിട്ടായിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസ്റ്റൻസ് അതിൻ്റെ താഴോട്ട്, അതായത് ന്യൂട്രൽ ആക്സിസ് തൊട്ട് പിന്നെ മുകളിലോട്ട് വരുന്ന ആ ഏറ്റവും ടോപ്പ് ഒഴിച്ച് ബാക്കി ഏത് ഡിസ്റ്റൻസിൽ വന്നാലും അവിടുത്തെ സ്ട്രെസ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് 5s 5w വെച്ചിട്ടായിരിക്കും. ഓക്കെ, ആൻഡ് നമ്മളിത് ഡിസൈൻ ചെയ്യുന്ന കണ്ടീഷൻ സ്ട്രെയിൻ ഇൻ സ്റ്റീൽ സെക്ഷൻസ് വിൽ ബി ഈക്വൽ ടു സ്ട്രെയിൻ ഇൻ വുഡ് സെക്ഷൻസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും. സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇ എസ് ഈക്വൽ ടു ഇ ഡബ്ല്യു ആണ്. ഹൂക്സ് ലോ അനുസരിച്ച്, അതായത് ഇ ആണ് നമ്മൾ സ്ട്രെയിൻ എന്ന് പറയുന്നത്. സോ സ്റ്റീലിൻ്റെ സ്ട്രെയിൻ ഇ എസ്, വുഡിൻ്റെ സ്ട്രെയിൻ ഇ ഡബ്ല്യു. ആൻഡ് ഹൂക്സ് ലോ അനുസരിച്ച് നമുക്ക് സ്ട്രെസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണെന്നറിയാം. ആൻഡ് സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഇ. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റൻ്റ് എടുക്കുന്നു, അത് യങ്സ് മോഡുലസ്. സിഗ്മ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഇ. ആൻഡ് അങ്ങനെ നമുക്ക് സ്ട്രെയിൻ ഇ വിൽ ബി ഈക്വൽ ടു സ്ട്രെസ് സിഗ്മ ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ്. ഓക്കെ, സോ നമുക്ക് ഇ എസ് ഈക്വൽ ടു ഇ ഡബ്ല്യു ആണെന്നറിയാം. സോ ഇ എസ്, സോ നമുക്ക് സിഗ്മ എസ് ബൈ ഇ എസ് വിൽ ബി ഈക്വൽ ടു സിഗ്മ ഡബ്ല്യു ബൈ ഇ ഡബ്ല്യു. ഈ സിഗ്മയെ നമ്മൾ ഈ കേസിൽ ഡിനോട്ട് ചെയ്യുന്നത് വേറൊരു ലെറ്റർ വെച്ചിട്ടാണ്. എക്സ്ട്രീം ഫൈബറിൻ്റെ കേസാണെങ്കിൽ, അതായത് ടോപ്പിലെ മാക്സിമം സ്ട്രെസ്സാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എഫ് എസും എഫ് ഡബ്ല്യു എന്നായിരിക്കും നമ്മളതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് വേറെ താഴോട്ടുള്ള ഏതെങ്കിലും ഒരു പോർഷനിലെ സ്ട്രെസ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ പി എസ്. ഓക്കെ, പി അല്ല, കറക്റ്റ് മുകളിലോട്ട് ഇട്ടിട്ടാണ് സിമ്പിൾ ഇടുന്നത്. സോ ദാറ്റ് പി എസ് ഡിവൈഡഡ് ബൈ ഇ എസ് വിൽ ബി ഈക്വൽ ടു പി ഡബ്ല്യു ഡിവൈഡ് ബൈ ഇ ഡബ്ല്യു. ഓക്കെ, സോ ആ കണ്ടീഷൻസ് ഓർത്ത് വയ്ക്കുക. ഇനി അതാണ് ഈ ഇക്വേഷനിൽ എഴുതിയിട്ടുള്ളത്. ഇനി ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഒരു കാര്യം കൂടെ എഴുതാം. അതായത് നമുക്കറിയാം
ഈ പി എസ് ഡിവൈഡഡ് ബൈ ഇ എസ് വിൽ ബി ഈക്വൽ ടു പി ഡബ്ല്യു ഡിവൈഡഡ് ബൈ ഇ ഡബ്ല്യു. ഇതിൽ നിന്നിപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്ന് അൺനോൺ ആയിട്ട് എടുക്കുന്നു. അതായത് നമുക്ക് സ്റ്റീലിൻ്റെ പി എസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഈ പി എസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ്, പി എസ് വിൽ ബി ഈക്വൽ ടു പി ഡബ്ല്യു ഇൻറ്റു ഇ എസ് ബൈ ഇ ഡബ്ല്യു എന്ന് എഴുതി കൂടെ. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് പി എസ് വിൽ ബി ഈക്വൽ ടു പി ഡബ്ല്യു ഇൻറ്റു ഇതിനപ്പുറത്ത് കൊണ്ടുപോയാൽ ഇ എസ് ബൈ ഇ ഡബ്ല്യു അങ്ങനെ എഴുതാൻ പറ്റും. സോ ഇ എസ് ബൈ ഇ ഡബ്ല്യുവിന് നമ്മളൊരു കോൺസ്റ്റൻ്റ് ആണ് എം എന്ന് പറയുന്നത് മോഡുലാർ റേഷ്യോ. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. എം എന്ന് പറയുന്നത് എന്താണ്, മോഡുലാർ റേഷ്യോ. ഓക്കെ, ഇ എസ് ബൈ ഇ ഡബ്ല്യു എന്ന് പറയുന്നത്. സോ അങ്ങനെ നമുക്ക് പി എസ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു പി ഡബ്ല്യു എന്ന് പറയാം. അതുപോലെ എഫ് എസ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എഫ് ഡബ്ല്യു എന്ന് പറയാം. സിമ്പിൾ കാൽക്കുലേഷൻ. ഓക്കെ, അതായത് നമുക്കറിയാം പി എസ് ഡിവൈഡഡ് ബൈ ഇ എസ് വിൽ ബി ഈക്വൽ ടു പി ഡബ്ല്യു ഡിവൈഡഡ് ബൈ ഇ ഡബ്ല്യു. ഇതിന്ന് ഏതെങ്കിലും ഒന്ന്, അതായത് ഇപ്പോൾ പി എസ് ആണെന്നുണ്ടെങ്കിൽ പി ഡബ്ല്യു ഇൻറ്റു ഇ എസ് ഡിവൈഡഡ് ബൈ ഇ ഡബ്ല്യു എന്ന് എഴുതാം. ഈ ഇ എസ് ഡിവൈഡ് ബൈ ഇ ഡബ്ല്യുവിനെ നമ്മൾ എം ആയിട്ടാണ്, മോഡുലാർ റേഷ്യോ ആണെങ്കിൽ പി എസ് വിൽ ബി ഈക്വൽ ടു എന്താണ്, എം ഇൻറ്റു പി ഡബ്ല്യു. ഇത് ഒരു ഡിസ്റ്റൻസില്ല. ഇതിന് പകരം എഫ് എസ്, മാക്സിമം സ്ട്രെസ് ആണെങ്കിൽ എഫ് എസ് വിൽ ബി ഈക്വൽ ടു എം ഇൻറ്റു എഫ് ഡബ്ല്യു എന്ന് വരും. ഓക്കെ, സോ അതാണ് സ്ട്രെസ്സിൻ്റെ കേസിൽ. അതാണ് ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് നമുക്കൊരു കണ്ടീഷനും കൂടെ ഉണ്ട്. ആദ്യത്തെ കണ്ടീഷൻ എന്തായിരുന്നു, സ്ട്രെയിൻ. നമ്മൾ അതിൻ്റെ ഡിസൈൻ ബേസ് ചെയ്യുന്നത് രണ്ട് കണ്ടീഷൻ വെച്ചിട്ടായിരുന്നു. ആദ്യത്തെ കണ്ടീഷനായിരുന്നു നമ്മുടെ സ്ട്രെയിൻ ഇൻ സ്റ്റീൽ സെക്ഷൻസ് വിൽ ബി ഈക്വൽ ടു സ്ട്രെയിൻ ഇൻ എന്താണ്, വുഡ് ആൻഡ് സെക്ഷൻസ് അല്ലെങ്കിൽ വുഡ് സെക്ഷൻസ്. രണ്ടാമത്തെ കണ്ടീഷൻ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് സെക്ഷൻ ആണ്. സോ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് മൊത്തം ആ ഒരു ബീമിൻ്റെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസിനെ നമ്മൾ എം ആർ ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നതെന്ന് വെച്ചോ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എം എസ് പ്ലസ് എം ഡബ്ല്യു. എം എസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സ്റ്റീലിൻ്റെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്. എം ഡബ്ല്യു എന്ന് പറയുന്നത് എന്തായിരിക്കും, വുഡിൻ്റെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്. സോ ആ ഹോൾ സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് സ്റ്റീൽ സെക്ഷൻ പ്ലസ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് വുഡ് സെക്ഷൻ ആയിരിക്കും. ഓക്കെ, സോ നമ്മൾക്ക് അപ്പം നമ്മളിത് എന്താണ്, എക്സ്ട്രീം ഫൈബറിൻ്റെ കേസ് മാക്സിമം സ്ട്രെസ്സിലായിരിക്കും മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ സ്ട്രെസ് എഴുതുന്നത് പി എസും പി ഡബ്ല്യു ആയിരിക്കത്തില്ല, എന്തായിരിക്കും, എഫ് എസും എഫ് ഡബ്ല്യു ആയിരിക്കും. ഓക്കെ, നമ്മൾ എഫ് എസും എഫ് ഡബ്ല്യു ഇട്ട് തന്നെയാണ് നോട്ട് ചെയ്യുന്നത്. ഓക്കെ, പി ഡബ്ല്യുവും പി എസും നമ്മളങ്ങനെ എഴുതാറില്ല. ഇപ്പോൾ നമ്മളൊരു ഡിസ്റ്റൻസ് വന്നാൽ പോലും, അത് ആക്ച്വലി ടെക്നിക്കലി സ്പീക്കിംഗ് അങ്ങനെയാണ് എഴുതാനുള്ളതെങ്കിൽ പോലും നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ എപ്പോഴും എഫ് എസും എഫ് ഡബ്ല്യുവും ഇട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടാണ് എഴുതുന്നത്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ പി എസ് കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ എഫ് ഡബ്ല്യു ഡാഷ് എന്നൊക്കെ ഇട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, സോ നമുക്കറിയാം ഒരു മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എം എന്ന് വെച്ചാൽ എന്തായിരിക്കും, സ്ട്രെസ് ഇൻറ്റു മോഡുലസ്, സെക്ഷൻസ് മോഡുലസ് ആയിരിക്കും. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു കാണും. എം ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഇസഡ്. എഫ് എന്ന് പറയുന്നത് എന്താണ്, സ്ട്രെസ്സാണ്. ആൻഡ് ഇസഡ് എന്ന് പറയുന്നത് സെക്ഷൻ മോഡുലസ് ആണ്. ഓക്കെ, സോ എം ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഇസഡ്. ഓക്കെ, സോ അത് വന്നിട്ട് അതായത് അപ്പം എം എസ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും, എഫ് എസ് ഇൻറ്റു ഇസഡ് ഓഫ് എസ് ആണല്ലോ. ആൻഡ് സെക്ഷൻ മോഡുലസ് ഇസഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഐ ഡിവൈഡഡ് ബൈ വൈ ആയിരിക്കും ആണല്ലോ. ഐ ബൈ വൈനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇസഡ് എന്ന് പറയുന്നത്. ഇസഡ് വിൽ ബി ഈക്വൽ ടു ഐ ഡിവൈഡഡ് ബൈ വൈ. സോ ഐ എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ഇതൊരു റെക്റ്റാങ്കുലർ സെക്ഷൻസ് ആയിരിക്കും അല്ലേ, നമ്മുടെ സെക്ഷൻ എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ സെക്ഷൻസ് ആണ്. സോ ബി ഡി ക്യൂബ് ബൈ 12 ആണ് നമ്മുടെ റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത്ത് ക്യൂബ് ഡിവൈഡ് ബൈ 12. ഓക്കെ, സോ ഓക്കെ, ആൻഡ് നമ്മളുടെ സ്റ്റീൽ സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് ഇരിക്കുന്നത്. സോ അതിൻ്റെ ബ്രെഡ്ത്തായിട്ട് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ടിയും ഡെപ്ത്ത് ഡിയും ആണ്. സോ ടി ഡി ക്യൂബ് ഡിവൈഡഡ് ബൈ 12 ആണ് നമ്മുടെ ഇവിടുത്തെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ബി ഡി ക്യൂബ് ബൈ 12 ആണ്, പക്ഷേ ഇവിടുത്തെ ബ്രെഡ്ത്ത് അതായത് സ്റ്റീൽ സെക്ഷൻ്റെ ബ്രെഡ്ത്ത് ടിയും ഡെപ്ത്ത് ഡിയും ആണ്. സോ ടി ഡി ക്യൂബ് ഡിവൈഡ് ബൈ 12 എന്ന് പറയും. എന്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ഐൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഐൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ടി ഡി ക്യൂബ് ബൈ 12 ആയിരിക്കും. ആൻഡ് വൈ എസ് എന്ന് പറയുന്നത് അതായത് ടോട്ടൽ നമ്മൾ സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയുന്നത് ടോട്ടൽ ഡെപ്തിൻ്റെ ഹാഫ് ആയിരിക്കും. ഓക്കെ, സ്ട്രെസ്സ് വരുന്ന പോർഷൻ എന്ന് പറയുന്നത് അതായത് എഫ് എസ് എന്ന് പറയുന്നത് എഫ് എസിൻ്റെ അതായത് മാക്സിമം സ്ട്രെസ് അല്ലേ, അതായത് നമുക്കിവിടെ ഇങ്ങനൊരു സെക്ഷൻ ഇരിക്കുന്നു, അതിൻ്റെ സെൻറ്റർ ഇത്. അപ്പോൾ മാക്സിമം സ്ട്രെസ് വരുന്നത് ഇതിൻ്റെ ടോപ്പ്
മോസ്റ്റ് പാർട്ടിലായിരിക്കും, ഒരു മിനിറ്റ്. ഓക്കെ, ടോപ്പ് മോസ്റ്റ് പാർട്ടിലായിരിക്കും ഇവിടെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ഡി ആണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡി ഡിവൈഡ് ബൈ 2 ആയിരിക്കും. ഓക്കെ, സോ അതാണ് വൈനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡി ഡിവൈഡഡ് ബൈ 2 എന്ന് കൊടുത്തത്. സോ അപ്പം നമുക്ക് ടി ഡി സ്ക്വയർ ബൈ 6 കിട്ടും. സോ എം എസ് വിൽ ബി ഈക്വൽ ടു എഫ് എസ് ഇൻറ്റു ടി ഡി സ്ക്വയർ ബൈ 6. ആൻഡ് നമുക്ക് 2 സ്റ്റീൽ പ്ലേറ്റ്സ് ഉണ്ട്. സോ എം എസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എഫ് എസ് ഇൻറ്റു ടി ഡി സ്ക്വയർ ബൈ 6 എന്ന് കൊടുക്കാം. ഓക്കെ, മനസ്സിലായല്ലോ. ഇസഡസിൻ്റെ ഇത് ഇങ്ങനെയൊന്നും പഠിച്ചു വയ്ക്കേണ്ട, ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അത് എങ്ങനെയാണെന്നൊന്നും വരുന്നതെന്ന് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ട ആ ഒരു ഇക്വേഷൻ എം എസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എഫ് എസ് ഇൻറ്റു ടി ഡി സ്ക്വയർ ബൈ 6. ഇൻ കേസ് നിങ്ങൾക്കത് തെറ്റാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇക്വേഷൻ തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് എങ്ങനെ വന്നു എന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ ചെയ്ത് ഡിറൈവ് ചെയ്തെടുക്കാമല്ലോ. അതുകൊണ്ട് ഞാനിങ്ങനെ ഇട്ടു എന്നേ ഉള്ളൂ. സോ ആൻഡ് എം ഡബ്ല്യു വിൽ ബി ഈസ് ഈക്വൽ ടു, അതായത് മോഡുലസ് ഓഫ് ഫുഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് ഡബ്ല്യു ഇൻറ്റു ഇസഡ് ഡബ്ല്യു ആയിരിക്കും. അവിടെ ഇസഡ് ഡബ്ല്യു എന്ന് പറയുന്നത് ഐ ഡബ്ല്യു ഇൻറ്റു വൈ ഡബ്ല്യു ആയിരിക്കും. നമുക്ക് കറക്റ്റ് വുഡൻ എന്ന് പറയുന്നതിൻ്റെ ബ്രെഡ്ത്ത് ബിയും ഡി എന്ന് പറയുന്നത് ഡെപ്താണ്. സോ ബി ഡി ക്യൂ ബൈ 12. വൈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹാഫ് എന്ന് പറഞ്ഞില്ലേ. ടോട്ടൽ മാക്സിമം സ്ട്രെസ് വരുന്നത് ടോപ്പ് മോസ്റ്റ് സ്പോട്ടിലായിരിക്കും. ന്യൂട്രൽ ആക്സിസ് സെൻറ്ററിൽ കൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത്. സോ ടോട്ടൽ ഡെപ്ത്ത് ഡി ആണെങ്കിൽ ഡി ബൈ 2 ആയിരിക്കും ആ ടോപ്പ് മോസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. സോ ഡി ബൈ 2 കൊടുക്കുന്നു, ബി ഡി സ്ക്വയർ ബൈ 6 കൊടുക്കുന്നു. അതൊന്നല്ലേ ഉള്ളൂ. സോ 2 കൊണ്ട് മൾട്ടിപ്ലൈ ഉണ്ട്, രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. അതായത് നമ്മുടെ ടോട്ടൽ സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്റ്റീലിൻ്റെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് പ്ലസ് വുഡിൻ്റെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആയിരിക്കും. രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. സോ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് കോമൺ ആയിട്ട് നമുക്ക് എന്ത് പുറത്തെടുക്കാം? ഡി സ്ക്വയർ ബൈ 6 പുറത്തെടുക്കാം. രണ്ടിലും ഡി സ്ക്വയർ ബൈ 6 ഉണ്ട്. സോ 2 ഇൻറ്റു എഫ് എസ് ഇൻറ്റു ടി പ്ലസ് എഫ് ഡബ്ല്യു ഇൻറ്റു ബി. സോ നമുക്കറിയാം എഫ് എസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാക്സിമം സ്ട്രെസ് എഫ് എസ് വിൽ ബി ഈക്വൽ ടു എം ഇൻറ്റു എഫ് ഡബ്ല്യു ആണെന്ന് നമ്മൾ നേരത്തെ എഴുതിയല്ലോ. എം എന്ന് പറയുന്നത് മോഡുലാർ റേഷ്യോ ആണ് അല്ലേ. അതായത് നമ്മൾ പറഞ്ഞല്ലോ എഫ് എസ് വിൽ ബി ഈക്വൽ ടു ഇ എസ് ഡിവൈഡഡ് ബൈ ഇ ഡബ്ല്യു ഇൻറ്റു എഫ് ഡബ്ല്യു ആണ്. ഇ എസ് ബൈ ഇ ഡബ്ല്യുവിനെയാണ് നമ്മൾ മൊമെൻറ്റ് ഓഫ് മോഡുലാർ റേഷ്യോ എം എന്ന് എഴുതിയത്. സോ നമുക്ക് എന്താണ് ഇവിടെ ഈ ഒരു എഫ് എസിന് പകരം, ഓക്കെ, ഈ എഫ് എസിന് പകരം എം ഇൻറ്റു എഫ് ഡബ്ല്യു എന്ന് എഴുതി കൂടെ. സോ എം ആർ വിൽ ബി ഈക്വൽ ടു ഡി സ്ക്വയർ ബൈ 6 ഇൻറ്റു എം ഇൻറ്റു എഫ് ഡബ്ല്യു ഇൻറ്റു 2t പ്ലസ് എഫ് ഡബ്ല്യു ഇൻറ്റു ബി എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഇപ്പോൾ ഇവിടെ നിന്ന് പുറത്തെടുക്കാൻ നമുക്ക് എഫ് ഡബ്ല്യുവും കൂടെ പുറത്തെടുക്കാൻ പറ്റും അല്ലേ. സോ എം ആർ ഈസ് ഈക്വൽ ടു എഫ് ഡബ്ല്യു ഇൻറ്റു ഡി സ്ക്വയർ ബൈ 6 ഇൻറ്റു എം 2t പ്ലസ് ബി ആണ്. ഓക്കെ, ആ ഒരു ഫോമിലാണ് ഇത് കിടക്കുന്നത്. ഇനി ഇത് നോക്കൂ, നമുക്കിത് കിടക്കുന്ന ഫോം എന്ന് പറയുന്നത് എം ആർ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഇസഡ് ഫോമിലല്ലേ കിടക്കുന്നത്. നോക്ക്, എം ആർ എന്ന് പറയുന്നത് എഫ് സ്ട്രെസ് ഇൻറ്റു ഇതെന്ന് വെച്ചാൽ എന്താണ്? സെക്ഷൻ മോഡുലസ് അല്ലേ. ഇത് ഞാൻ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത്. കാരണം ഞാൻ എഴുതിയത് 2 പേനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്തപ്പോൾ ഒന്നുപോലെ തോന്നും. ഇത് ഇത്രയേ ഉള്ളൂ. എം ആർ വിൽ ബി ഈക്വൽ ടു എഫ് ഡബ്ല്യു ഇൻറ്റു ഇസഡ്. ഇത് ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വേറെയാണ്, ഇൻറ്റു ചെയ്തേക്കുന്നതല്ല, ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നതാണ്. എം ആർ ഇസ് ഈക്വൽ ടു എഫ് ഡബ്ല്യു ഇൻറ്റു ഇസഡ്. ഈ ഇസഡിൻ്റെ വാല്യൂ ആണ് ഇസഡ് ഈസ് ഈക്വൽ ടു എഫ് ഡബ്ല്യു ഇൻറ്റു പി ഡി സ്ക്വയർ ബൈ 6 ആണ് അല്ലേ. അത് നമുക്കറിയാമല്ലോ. അതായത് സ്ട്രെസ് ഇൻറ്റു സെക്ഷൻ മോഡുലസ്. സോറി, ഒരു മിനിറ്റ്. ഓക്കെ, എം ആർ വിൽ ബി ഈക്വൽ ടു എഫ് ഡബ്ല്യു ഇൻറ്റു ഇസഡ് ഫോമിലാണ് ഇത് കിടക്കുന്നത്. ഓക്കെ, ഈ ഒരു സെക്ഷൻ, കാരണം ഇവിടെ സ്ട്രെസ് ഇതുണ്ട്. ആൻഡ് ഈ ഇത്രയൊരു പോർഷൻ നിങ്ങൾ നോക്കിയേ, അത്രയൊരു പോർഷൻ ഇസഡിൻ്റെ രൂപത്തിലല്ലേ കിടക്കുന്നത്. ഇസഡ് എന്ന് പറയുന്നത് ബി ഡി സ്ക്വയർ ബൈ 6 ആണല്ലോ. ഓക്കെ, അതായത് ഈ ഒരു ഇക്വേഷനിൽ എം ആർ ഈക്വൽ ടു എഫ് ഡബ്ല്യു ഇൻറ്റു ഈ ഒരു പോർഷൻ ഇസഡിൻ്റെ രൂപത്തിലല്ലേ കിടക്കുന്നത്. ഇസഡ് വിൽ ബി ഈക്വൽ ടു ബി ഡി സ്ക്വയർ ബൈ 6 ആയിരിക്കും. ഓക്കെ, ബി ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ 6 ആയിരിക്കും. ഡി സ്ക്വയർ ബൈ 6 ഉണ്ട്. അപ്പോൾ ബ്രെഡ്ത്ത് എത്രയായിരിക്കും? ഇത്രയും പോർഷൻ നമുക്ക് ബി ആയിട്ട് എടുത്തുകൂടെ. അതായത് ഇവിടുത്തെ ബ്രെഡ്ത്ത് ബി പ്ലസ് 2mt എന്ന് പറയുന്നതായിരിക്കും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ചില കേസസിൽ നമുക്ക് പ്രോബ്ലംസ് ഇങ്ങനെയും സോൾവ് ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിയറിക്ക് വേണ്ടിയിട്ട് പഠിച്ചു വെച്ചാൽ മതി. അതിന് ഇക്വലൻറ്റ് വുഡൻ ബീം എന്ന് പറയും. അതായത് ഇപ്പം നമുക്കൊരു വുഡൻ
പോർഷൻ നമുക്ക് തരികയാണ്, ഒരു വുഡും 2 സ്റ്റീലും കൂടെ കണക്ട് ചെയ്യുന്ന രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഇക്വലൻ്റ് ആയിട്ട് ഓക്കെ, ഇതിന് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് ഇത് മൊത്തം ഒരു വുഡൻ സെക്ഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, മൊത്തത്തിനെ ഒരു വുഡൻ സെക്ഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അതിൻ്റെ ടോട്ടൽ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് B+2MT ആയിരിക്കും. അത് മാത്രം നിങ്ങൾ ആലോചിച്ച് വെച്ചിരുന്നാൽ മതി, ഇത് കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ അത് മാത്രം ഒന്ന് തിയറിക്ക് വേണ്ടിയിട്ട്, അതായത് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ഫ്ലിച്ച്ഡ് ബീം സെക്ഷൻ ഈസ് സെയിം ആസ് ഓക്കെ, അതായത് ഈ ഒരു ഫ്ലിച്ച്ഡ് ബീം സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്തിന് സെയിം ആയിരിക്കും, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് സെയിം ആസ് ഓഫ് എ വുഡൻ ബീം ഓഫ് ബ്രെഡ്ത്ത് B+2MT ബ്രെഡ്ത്തുള്ള ഒരു വുഡൻ ബീമിന് സെയിം ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതിന് ഇക്വലൻറ്റ് വുഡ് സെക്ഷൻ എന്ന് പറയും. അപ്പോൾ എന്താണ് ഇക്വലൻറ്റ് വുഡ് സെക്ഷൻ ആണെന്ന് നമുക്കൊരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരാം. അങ്ങനെ വരുന്നത് കൊണ്ടാണ് ഈ ഒരു തിയറി പോർഷൻ, അതായത് നമുക്കിപ്പം ഒരു ഫ്ലിച്ച്ഡ് ബീം സെക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മുടെ നോർമലായിട്ടുള്ള ഒരു വുഡൻ സെക്ഷനും 2 സൈഡിലും സ്റ്റീൽ സെക്ഷനും ഉള്ളൊരു ഇത് വരെയാണെങ്കിലും ഇതിൻ്റെ ഇതേ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആയിരിക്കും B+2MT ബ്രെഡ്ത്തിലുള്ള ഒരു എന്തിനെന്ന് പറയുന്നത്, വുഡൻ ബീമിനെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് സോൾവ് ചെയ്യുന്നതിന് പകരം, അതായത് ഇത് ഡയറക്റ്റ് സോൾവ് ചെയ്യുന്നതിന് പകരം നമ്മൾ B+2MT ബ്രെഡ്ത്തുള്ള ഒരു വുഡൻ ബീമാണ് ഇതെന്ന് കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതിനെയാണ് ഇക്വലൻറ്റ് വുഡൻ ബീം എന്ന് പറയുന്നത്. ഓക്കെ, സോൾവ് ചെയ്ത രീതി സിമ്പിളാണ്. അതായത് നമുക്കറിയാം മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ഹോൾ സെക്ഷൻ എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് സ്റ്റീൽ പ്ലസ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് വുഡ് ആയിരിക്കും. ഈ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്ട്രെസ് ഇൻറ്റു സെക്ഷൻ മോഡുലസ് F/Z ആയിരിക്കും. സ്റ്റീലിൻ്റെ Z എന്ന് പറയുന്നത്, അതായത് സെക്ഷൻ മോഡുലസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ I ഡിവൈഡഡ് ബൈ Y. ഓക്കെ, Y എന്ന് വെച്ചാൽ മാക്സിമം സ്ട്രെസ്സിൻ്റെ ഓക്കെ, അതിൻ്റെ ആ ഒരു സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് എന്താണെന്ന് ഒന്നുകൂടെ പറഞ്ഞുതരാം. ആൻഡ് I എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ സ്റ്റീൽ സെക്ഷൻസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, അതിൻ്റെ ബ്രെഡ്ത്തിനെ നമ്മൾ T ആയിട്ടാണ് ഡിനോട്ട് ചെയ്തത് ആൻഡ് ഡെപ്തിനെ D ആയിട്ടായിരിക്കും. സോ അതിൻ്റെ സെക്ഷൻ മോഡുലസ് TDQ അല്ല, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ I ഈസ് ഈക്വൽ ടു TDQ/12 ആൻഡ് ദ ഹോൾ ഡിവൈഡഡ് ബൈ Y ഡിസ്റ്റൻസ്. Y ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് Y ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മുടെ Y ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പം ഇതൊരു ബീമാണെന്ന് വെച്ചു, ഇതിൻ്റെ ന്യൂട്രൽ ആക്സിസ് NA എന്ന് പറഞ്ഞു വരുന്നു, ഇവിടെ ആയിരിക്കും മാക്സിമം സ്ട്രെസ്സ് വരുന്നതാണല്ലോ. സോ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസിൻ്റെ പകുതിയായിരിക്കും, D/2. സോ Y ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് D/2 ആണെന്ന് എഴുതി. ഓക്കെ, സോ അത് നമുക്ക് TD²/6 എന്ന് പറഞ്ഞു, 2 എണ്ണം ഉണ്ട്, സോ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സിമിലർലി നമ്മൾ എന്തിൻ്റെ എഴുതി, വുഡിൻ്റെ എഴുതി. ദെൻ 2 ഇക്വേഷനും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് D²/6 കോമൺ ആണെന്ന് കിട്ടി, അതിനെ പുറത്തെടുത്തു. ആൻഡ് ഇതിൽ FS എന്ന് പറയുന്നത് FW/M ആണെന്ന് നമുക്കറിയാം. അവിടെ FSന് പകരം FW/M എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് എടുക്കാൻ FWയും പുറത്തെടുക്കാം, D²/6ഉം പുറത്തെടുക്കാം. അത് രണ്ടും പുറത്തെടുക്കുമ്പോൾ ഈ ഒരു രൂപത്തിലാണ്. ഇനി ഈ ഒരു ഇക്വേഷൻ കിടക്കുന്നത് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് FW ഇതൊരു Z ഫോമിലാണ് കിടക്കുന്നത്. Z ഈസ് ഈക്വൽ ടു നമുക്ക് BD²/6 ആണെന്നറിയാം. D²/6 ഇവിടെ ഉണ്ട്, അപ്പോൾ ഇതെന്തായിരിക്കും, ബ്രെഡ്ത്ത് ആയിരിക്കും. സോ B ഈസ് ഈക്വൽ ടു 2MT + B ആണ് ഒറിജിനൽ B എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് സാധാരണ ഇങ്ങനൊരു ബീം സോൾവ് ചെയ്യുന്നതിന് പകരം അതിന് ഇക്വലൻ്റ് ആയിട്ട് ഒരു വുഡൻ ബീം എടുക്കുക, അതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് B+2MT ആയിരിക്കും. ഓക്കെ, അത് തിയറിക്ക് വേണ്ടിയിട്ട് നോക്കി വയ്ക്കാം. സോ ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ ഈ ഒരു സെക്ഷനിൽ.